ലോകത്തെ ഏറ്റവും വലിയ മതത്തിന്റെ സ്ഥാപകൻ എന്ന് നാം വിശ്വസിക്കുന്ന വ്യക്തി യഥാർത്ഥത്തിൽ പുതിയൊരു മതം സ്ഥാപിക്കാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതൊരു വലിയ ചോദ്യമാണ്. ശരിക്കും ചരിത്രപരമായ ഒരു വിരോധാഭാസം എന്ന് തന്നെ പറയാം. അതെ. ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് മനുഷ്യർ പിന്തുടരുന്ന ആത്മീയ പാത എന്താ പറയാ, ആ യഥാർത്ഥ സ്ഥാപകന്റേതല്ല, മറിച്ച് അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുപോലുമില്ലാത്ത തികച്ചും അപരിചിതനായ മറ്റൊരു വ്യക്തിയുടെ ആശയങ്ങളാണെങ്കിലോ? അപ്പോ പ്രിയ ശ്രോതാവേ, നിങ്ങൾക്ക് ഈ പുതിയ അളവന്വേഷണത്തിലേക്ക് സ്വാഗതം. തീർച്ചയായും. 1-ാം നൂറ്റാണ്ടിലെ പഴയ രേഖകളിലേക്കും സ്രോതസ്സുകളിലേക്കും നമ്മൾ ആഴത്തിലിറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് വരെ കേട്ടുപഠിച്ച ചരിത്രമല്ല അവിടെ കാണാൻ കഴിയുന്നത്. തികച്ചും വ്യത്യസ്തമായ ഒരു വലിയ പോരാട്ടങ്ങളുടെ ലോകമാണവിടെ ചുരുളഴിയുന്നത്. ശരിയാണ്. അപ്പോ ഇന്ന് നമ്മൾ നടത്താൻ പോകുന്ന ഈ ആഴത്തിലുള്ള ചർച്ച അത്തരത്തിലൊന്നാണ്. 1-ാം നൂറ്റാണ്ടിലെ യഥാർത്ഥ ക്രിസ്തീയ ചരിത്രം, അതിന്റെ തനി യഹൂദ പശ്ചാത്തലം, പിന്നെ പൗലോസ് എന്ന വ്യക്തിയുടെ ആ ഒരു അപ്രതീക്ഷിത കടന്നുവരവ്. ഒപ്പം കുരിശുമരണത്തെക്കുറിച്ചുള്ള യഹൂദ വീക്ഷണങ്ങളും ഇസ്ലാമിക വീക്ഷണങ്ങളും തമ്മിലുള്ള അത്ഭുതപ്പെടുത്തുന്ന ചില ബന്ധങ്ങളും. കൃത്യം. ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പക്ഷെ നമ്മൾ ഈ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന സ്രോതസ്സുകളിൽ വളരെ ഗൗരവമേറിയ മതപരവും രാഷ്ട്രീയപരവുമായ ചില വാദങ്ങളുണ്ട്. അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് അവതാരകരായ ഞങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കുകയോ ആരുടെയെങ്കിലും വിശ്വാസങ്ങളെ ശരിവെക്കുകയോ തെറ്റാണെന്ന് സ്ഥാപിക്കുകയോ അല്ല ചെയ്യുന്നത്. ചരിത്രകാരന്മാർ ഈ പുരാതന ഗ്രന്ഥങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നിഷ്പക്ഷമായി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ, തികച്ചും അക്കാദമികമായൊരു കാഴ്ചപ്പാടിലൂടെ ഈ സ്രോതസ്സുകളെ സമീപിക്കുമ്പോൾ മാത്രമേ നമുക്കിതിലെ ചരിത്ര വസ്തുതകളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഈ സ്രോതസ്സുകൾ വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ഒരു ലോക്കൽ ക്ലബിന്റെ കാര്യമാണ്. ഒരു ലോക്കൽ ക്ലബ്ബ്, അതൊരു രസകരമായ ഉപമയാണല്ലോ. അതെ, അതായത് ഒരു പ്രത്യേക നാട്ടിൽ വളരെ കർശനമായ നിയമങ്ങളുള്ള ഒരു ക്ലബ്ബുണ്ടെന്ന് കരുതുക. അതിലെ ഒരു അംഗം ആ നിയമങ്ങളെല്ലാം അക്ഷരം പ്രതി പാലിച്ച് ആ ക്ലബിന്റെ ഏറ്റവും വലിയ വക്താവായി ജീവിച്ചു മരിക്കുന്നു. ശരി. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം പുറത്തുനിന്നു വന്ന ചിലർ ഈ വ്യക്തിയെ ഒരു ഗ്ലോബൽ ഫ്രാഞ്ചൈസിയുടെ, അതായത് തികച്ചും പുതിയൊരു ഇന്റർനാഷണൽ ക്ലബിന്റെ സ്ഥാപകനായി പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ കാര്യത്തിൽ 1-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചത് ഇതാണോ? സ്രോതസ്സുകൾ എന്താണ് പറയുന്നത്? ആ ഉപമ ശരിക്കും വളരെ കൃത്യമാണ്. കാരണം യേശു ഒരു യഹൂദനായി ജനിച്ചു, യഹൂദനായി ജീവിച്ചു എന്നു മാത്രമല്ല, മോശയുടെ ന്യായപ്രമാണം, അതായത് തോറ, അങ്ങേയറ്റം കർശനമായി പാലിച്ച വ്യക്തിയുമായിരുന്നു. അപ്പോ പുതിയൊരു മതം തുടങ്ങാൻ അദ്ദേഹത്തിന് പ്ലാൻ ഇല്ലായിരുന്നു എന്നാണോ? തീർച്ചയായുമില്ല. ഈ സ്രോതസ്സുകൾ പരിശോധിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശു തന്നെ വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. എന്താണത്? അദ്ദേഹം പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിനു വന്നു എന്നു നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത് എന്നാണ്. അദ്ദേഹം തന്റെ ലക്ഷ്യം എന്താണെന്ന് വളരെ സ്പഷ്ടമായി ഇവിടെ പറയുന്നുണ്ട്. ഓ, അതായത് പഴയ യഹൂദ നിയമങ്ങൾ തിരുത്തി എഴുതാനോ പുതിയൊരു മതം തുടങ്ങാനുള്ള യാതൊരു ഉദ്ദേശവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, അല്ലേ? അതെ, അദ്ദേഹം ആ പഴയ നിയമങ്ങൾ പൂർത്തീകരിക്കാനാണ് ശ്രമിച്ചത്. ഒന്നും അദ്ദേഹത്തിന്റെ അജണ്ടയിലില്ലായിരുന്നോ? അത് കേൾക്കുമ്പോൾ എനിക്കൊരു ചെറിയ ആശയക്കുഴപ്പം തോന്നുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ആ 1-ാം നൂറ്റാണ്ടിലെ യഹൂദ പശ്ചാത്തലം ശരിക്കും മനസ്സിലാക്കേണ്ടത്. അക്കാലത്തെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമം അഥവാ ടോറ എന്നത് കേവലം ചില ആചാരങ്ങൾ മാത്രമായിരുന്നില്ല. പിന്നെയോ? അവരുടെ ഒരു ഐഡന്റിറ്റി ആയിരുന്നു. അതെ, അതവരുടെ സ്വത്വമായിരുന്നു. മത്തായി 10-ാം അധ്യായത്തിലെ 5ഉം 6ഉം വാക്യങ്ങൾ ഇതിന് വലിയൊരു തെളിവാണ്. യേശു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ കർശനമായൊരു കാര്യം നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായിരുന്നു ആ നിർദ്ദേശം? ജാതികളുടെ അടുക്കൽ പോകാതെ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് തന്നെ പോകുവിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. വാവ്! അതായത് യഹൂദരല്ലാത്തവരോട് അഥവാ വിജാതീയരോട് ഈ സന്ദേശം പറയേണ്ടതില്ല എന്ന് അദ്ദേഹം തീർത്തു പറയുകയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. തന്റെ ദൗത്യം യഹൂദർക്ക് മാത്രമുള്ളതാണെന്ന് അദ്ദേഹം അടിയുറച്ചു വിശ്വസിച്ചിരുന്നു. ഇത് ശരിക്കും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ സ്വന്തം സമുദായത്തോട് ഇത്രയും ചേർന്ന് നിന്ന,
അവരുടെ നിയമങ്ങൾ ഇത്രയും കർശനമായി പാലിച്ചൊരു വ്യക്തിയായിരുന്നു. അതെ, അദ്ദേഹം ഒരു പക്ക യഹൂദനായിരുന്നു. എങ്കിൽ പിന്നെ എന്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അക്കാലത്തെ യഹൂദ സമൂഹം അദ്ദേഹത്തെ അപ്പാടെ തള്ളിക്കളഞ്ഞത്? സ്വന്തം ആളുകൾ തന്നെ അദ്ദേഹത്തെ ക്രൂശിക്കാൻ കൂട്ടുനിന്നു എന്നത് പുരാതന ലോകത്തെ ഏറ്റവും വലിയൊരു PR ദുരന്തമായിട്ടല്ലേ നമ്മൾ കാണേണ്ടത്? താങ്കൾ പറഞ്ഞ ആ PR ദുരന്തം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രൂശീകരണം അഥവാ കുരിശുമരണം എന്ന ആ ഒരു വലിയ സംഭവമാണ്. ശരി, അതെന്താണ് അവർക്ക് ഇത്ര വലിയ പ്രശ്നമായത്? 1-ാം നൂറ്റാണ്ടിലെ യഹൂദരുടെ മനഃശാസ്ത്രം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ നിയമങ്ങളാണ് അവർക്കെല്ലാമെന്ന്. അതെ, നിയമങ്ങൾ അവർക്ക് ജീവനായിരുന്നു. ആവർത്തന പുസ്തകം, അതായത് പഴയ നിയമത്തിലെ ഡ്യൂട്ടറോണമി 21-ാം അധ്യായത്തിൽ അവർ വളരെ ഭയത്തോടെ നോക്കിക്കാണുന്നൊരു നിയമമുണ്ട്. മരത്തിൽ തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു എന്നാണ് ആ നിയമം. ഓ, റോമൻ കുരിശ് എന്നത് അടിസ്ഥാനപരമായി ഒരു മരമാണല്ലോ. കൃത്യം. അപ്പോൾ മരത്തിൽ തൂങ്ങി മരിച്ച ഒരാൾ, അയാൾ ജീവിതകാലത്ത് എത്ര വലിയ പുണ്യവാളനായിരുന്നാലും ദൈവത്താൽ പൂർണ്ണമായും ശപിക്കപ്പെട്ടവനാണെന്ന് അവർ വിശ്വസിച്ചു. അതായത് റോമക്കാർ അന്ന് കുരിശുമരണം ഒരു രാഷ്ട്രീയ ആയുധമായി ആളുകളെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ശിക്ഷാരീതിയാണല്ലോ. അതെ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷയായിരുന്നു അത്. അപ്പോൾ ഈ യഹൂദ നിയമം കൂടി വരുമ്പോൾ കുരിശിൽ മരിച്ച ഒരാൾക്ക് ഒരിക്കലും ഇസ്രയേൽ കാത്തിരുന്ന വീരനായകനായ മശീഹയോ പ്രവാചകനോ ആകാൻ കഴിയില്ല എന്നതാണോ അവരുടെ യുക്തി? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ക്രൂശീകരണം എന്നത് യഹൂദരെ സംബന്ധിച്ചിടത്തോളം കേവലമൊരു മരണമായിരുന്നില്ല. അതൊരു വലിയ ഇടർച്ച അഥവാ സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിരുന്നു. അപ്പോ യേശുവിനെ ഒരു മശീഹായായി അംഗീകരിക്കാൻ ആഗ്രഹിച്ചവർക്ക് പോലും ഈ കുരിശുമരണം വലിയൊരു തടസ്സമായി മാറി, അല്ലേ? അതെ, തങ്ങളുടെ ദൈവീക നിയമങ്ങൾ അനുസരിച്ച് ശാപഗ്രസ്തനായ ഒരാളെ ഇങ്ങനെ തങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കും. യേശുവിന്റെ ഈ മരണം അദ്ദേഹം പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും റദ്ദാക്കുന്ന ഒന്നായി അവർ കണ്ടു. അതുകൊണ്ടാണ് യഹൂദ സമൂഹം ഒന്നടങ്കം അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞത്. ഇവിടെയാണ് എനിക്കൊട്ടും മനസ്സിലാവാത്തൊരു കാര്യം വരുന്നത്. യഹൂദർ തള്ളിക്കളഞ്ഞ അവരുടെ സ്വന്തം നിയമപ്രകാരം തികച്ചും ശാപഗ്രസ്തനായ ഒരാളെ എങ്ങനെയാണ് പിന്നീട് വന്ന കോടിക്കണക്കിന് മനുഷ്യർ ലോകരക്ഷിതാവായി അംഗീകരിച്ചത്? അതൊരു വലിയ ചരിത്രപരമായ വഴിതിരിവാണ്. ആ വലിയ ശാപത്തിൽ നിന്ന് എങ്ങനെയാണ് പുതിയൊരു മതം ജനിക്കുന്നത്? ഇത് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ കടന്നുവരവിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതെ, തർസുസുകാരനായ പൗലോസ്. യേശുവിനെ നേരിൽ കാണുകയോ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ നേരിട്ട് കേൾക്കുകയോ ചെയ്യാത്ത ഈ പൗലോസ് എങ്ങനെയാണ് ഈ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചത്? യേശുവിനെ കാണാത്തൊരാൾ പറയുന്നത് മറ്റുള്ളവരെന്തിനു കേൾക്കണം? ഇതൊരു നിർണായകമായ ചോദ്യമാണ്. യേശുവിന്റെ നേരിട്ടുള്ള ശിഷ്യനായിരുന്നില്ല പൗലോസ്. തനിക്ക് ചില ദർശനങ്ങളുണ്ടായി, അതിലൂടെ യേശു നേരിട്ട് തനിക്ക് അറിവ് നൽകിയെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് പൗലോസ് കടന്നുവരുന്നത്. ഓ, ദർശനങ്ങൾ വഴി. അതെ. പൗലോസ് ചെയ്ത ഏറ്റവും വലിയ ബുദ്ധി എന്താണെന്ന് വെച്ചാൽ, യേശു മരത്തിൽ തൂങ്ങിയതിനാൽ ശപിക്കപ്പെട്ടവനാണെന്ന യഹൂദരുടെ വാദത്തെ അദ്ദേഹം എതിർത്തില്ല. പകരം അദ്ദേഹം ആ വാദം പൂർണ്ണമായും അംഗീകരിച്ചു. ഒന്നു നിൽക്കണേ, യേശു ശാപഗ്രസ്തനാണെന്ന കാര്യം പൗലോസ് അംഗീകരിച്ചുവെന്നോ? അതെ, പൂർണ്ണമായും അംഗീകരിച്ചു. അങ്ങനെ അംഗീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹം യേശുവിനെ ഒരു വീരനായകനാക്കുന്നത്? അതൊരു വലിയ വൈരുദ്ധ്യമല്ലേ? എനിക്കത് ഒട്ടും യുക്തിസഹമായി തോന്നുന്നില്ല. അവിടെയാണ് പൗലോസിന്റെ ദൈവശാസ്ത്രപരമായ വലിയൊരു മലക്കം മറിച്ചല് നമ്മൾ കാണുന്നത്. ഗലാത്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ പൗലോസ് തികച്ചും വിപ്ലവകരമായ ഒരു വ്യാഖ്യാനം നൽകി. അതുവരെ ആരും ചിന്തിക്കാത്ത വ്യാഖ്യാനം, അല്ലേ? എന്തായിരുന്നു അത്? അദ്ദേഹം പറഞ്ഞു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്കുവേണ്ടി ശാപമായി തീർന്നു എന്ന്. ഓ, നമുക്കുവേണ്ടി ശാപമായി തീർന്നു എന്നുവച്ചാൽ? അതായത് മോശയുടെ കഠിനമായ നിയമങ്ങൾ പാലിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ ആ നിയമങ്ങളുടെ ശാപത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ടി യേശു സ്വയം ഒരു ശാപമായി മാറി ഏറ്റെടുത്തു എന്ന പുതിയൊരു ആശയം പൗലോസ് സൃഷ്ടിച്ചു. അവിശ്വസനീയമായ ഒരു വ്യാഖ്യാനം തന്നെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രാഞ്ചൈസി ഉപമയിലേക്ക് തിരികെ വന്നാൽ, പൗലോസ് ചെയ്തത് ഒരു ലോക്കൽ ഇൻഡി ബ്രാൻഡിനെടുത്ത് അതിലെ വളരെ കഠിനമായ നിയമങ്ങളൊക്കെ എടുത്തു കളയാണ് ചെയ്തത്. അതെ, പരിച്ഛേദന പോലുള്ള ബുദ്ധിമുട്ടുള്ള യഹൂദ ആചാരങ്ങളൊക്കെ എടുത്തുകളഞ്ഞു. എന്നിട്ട് അതൊരു പുതിയ പാക്കേജിലാക്കി ലോകം മുഴുവൻ വിൽക്കാൻ ശ്രമിച്ചു എന്നല്ലേ? കുരിശ് എന്ന ആ വലിയ അപമാനത്തിന്റെ പ്രതീകത്തെ ഒറ്റയടിക്ക് പരമമായ ത്യാഗത്തിന്റെയും രക്ഷയുടെയും പ്രതീകമാക്കി പൗലോസ് മാറ്റിയെടുത്തു. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവിച്ചത്.
തികച്ചും പുതിയൊരു ദൈവശാസ്ത്രം അവിടെ ജനിക്കുകയായിരുന്നു. പക്ഷേ എന്റെ സംശയം അതല്ല. യേശുവിനോടൊപ്പം വർഷങ്ങളോളം നടന്ന് അദ്ദേഹത്തിന്റെ സന്ദേശം നേരിട്ട് കേട്ടുപഠിച്ച യഥാർത്ഥ ശിഷ്യന്മാരുണ്ടല്ലോ. അതെ, പത്രോസിനെയും യാക്കോബിനെയും പോലെയുള്ളവർ. അവർ ഈ പുറത്തുനിന്നു വന്ന പൗലോസിന്റെ പുതിയ വ്യാഖ്യാനങ്ങളെ വെറുതെ അങ്ങനെ അംഗീകരിച്ചു കൊടുത്തോ? ഇതൊരു വലിയ കോർപ്പറേറ്റ് യുദ്ധത്തിലേക്ക് വഴിമാറേണ്ടതല്ലേ? വെറുതെ അംഗീകരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആദിമ ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ പ്രത്യയശാസ്ത്ര യുദ്ധം അവിടെയാണ് ആരംഭിക്കുന്നത്. ഓ, അപ്പൊ അവിടെ വലിയൊരു പോരാട്ടം നടന്നിരുന്നോ? തീർച്ചയായും. ചരിത്രരേഖകൾ പ്രകാരം യേശുവിന്റെ യഥാർത്ഥ അനുയായികൾ നയിച്ച യെരുശലേം സഭയും പൗലോസ് നയിച്ച അന്ത്യോക്യൻ സഭയും തമ്മിൽ വലിയൊരു പോരാട്ടം തന്നെ നടന്നു. ഈ യെരുശലേം സഭയുടെ നിലപാടെന്തായിരുന്നു? പത്രോസും യേശുവിന്റെ സഹോദരനായ യാക്കോബും ഉൾപ്പെടുന്ന യെരുശലേം സഭ യേശു ചെയ്തതുപോലെ തന്നെ ന്യായപ്രമാണം കർശനമായി പാലിക്കുകയും വിജാതീയരോട് അകലം പാലിക്കുകയും ചെയ്തിരുന്നു. അവർക്ക് മോശയുടെ നിയമങ്ങൾ ലംഘിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അപ്പോൾ പൗലോസിന്റെ അന്ത്യോക്യൻ സഭ ഇതിനു നേരെ വിപരീതമായിട്ടായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക. വിജാതീയരെ ഉൾക്കൊള്ളാനും നിയമങ്ങൾ ലംഘിക്കാനുമാണല്ലോ അദ്ദേഹം പഠിപ്പിച്ചത്. അതെ, പൂർണ്ണമായും വിപരീതമായിരുന്നു അവരുടെ രീതി. ഈ രണ്ട് ഗ്രൂപ്പുകളും തമ്മിൽ പരസ്യമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ഒരു വർക്ക് പ്ലേസ് ഡ്രാമ പോലെ. തീർച്ചയായും. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഗലാത്യർ 2-ാമത് അധ്യായത്തിൽ പൗലൂസ് തന്നെ പറയുന്നുണ്ട്. അവിടെ വലിയൊരു പരസ്യമായ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട്. എന്തേറ്റുമുട്ടൽ? ഒരിക്കൽ പത്രോസ് വിജാതീയരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. എന്നാൽ യാക്കോബിന്റെ ആളുകൾ, അതായത് യെരുശലേമിൽ നിന്നുള്ള തീവ്ര യഹൂദ ക്രിസ്ത്യാനികൾ അവിടേക്ക് വന്നപ്പോൾ പത്രോസ് പെട്ടെന്നവരെ ഭയന്ന് ആ ഭക്ഷണം കഴിക്കൽ നിർത്തി പിന്മാറുന്നു. എന്നിട്ട് പൗലോസ് എന്തു ചെയ്തു? ഇത് കണ്ട പൗലോസ് പത്രോസിനെ കപടഭക്തിക്കാരെന്ന് വിളിച്ച് പരസ്യമായി ശാസിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, യേശുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനെ പുറത്തുനിന്ന് വന്ന പൗലോസ് പരസ്യമായി അപമാനിക്കുന്നു. വാവ്, ഇതൊരു ചെറിയ അഭിപ്രായ വ്യത്യാസമല്ല, ആഴത്തിലുള്ള ശത്രുതയായിരുന്നു എന്ന് വ്യക്തം. അതെ. പിന്നീട് പൗലോസിന് യെരുശലേമിൽ പോകേണ്ടി വന്നപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി യെരുശലേം സഭയുടെ നിർബന്ധപ്രകാരം ദേവാലയത്തിൽ പോയി യഹൂദ ശുദ്ധീകരണ കർമ്മങ്ങൾ ചെയ്യേണ്ടി വന്നുവെന്ന് അപ്പസ്തോലപ്രവർത്തികളിൽ കാണാം. ഓ, അതായത് പൗലോസ് യഥാർത്ഥത്തിൽ ആ യെരുശലേം സഭയെ ഭയപ്പെട്ടിരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. തീർച്ചയായും. യെരുശലേം സഭയ്ക്കന്ന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊരു സിനിമയിലെ രംഗങ്ങൾ പോലെയാണല്ലോന്ന്. അങ്ങനെയെങ്കിൽ ഒരു ഭാഗത്ത് യേശുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാർ, മറുഭാഗത്ത് പൗലോസ്. ഈ അധികാര വടംവലിയിൽ പിന്നീട് എന്ത് സംഭവിച്ചു? അത് ചരിത്രത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റാണ്. അതെ, യഥാർത്ഥ ശിഷ്യന്മാർക്കെന്തുപറ്റി? അവരെവിടെ പോയി? യേശുവിന്റെ ഈ യഥാർത്ഥ അനുയായികൾ പിന്നീട് എബിയോണൈറ്റുകൾ പോലുള്ള യഹൂദ ക്രിസ്തീയ വിഭാഗങ്ങളായി തുടർന്നു എന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. അവർക്ക് പൗലോസിനോടുള്ള സമീപനം വളരെ കടുത്തതായിരുന്നു. എബിയോണൈറ്റുകൾ. അവർ പൗലോസിനെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അവര് യേശുവിനെ ഒരു വലിയ സത്യപ്രവാചകനായി കണ്ടപ്പോൾ പൗലോസിനെ തങ്ങളുടെ ന്യായപ്രമാണം തകർക്കാൻ വന്ന ഒരു വിശ്വാസത്യാഗി അഥവാ അപ്പോസ്റ്റേറ്റായാണ് കണക്കാക്കിയത്. ഈ എബിയോണൈറ്റുകൾ പൗലോസിനെതിരെ പരസ്യമായി എന്തെങ്കിലും നിലപാടുകൾ എടുത്തിരുന്നോ? അവരുടെ ഭാഗത്തുനിന്ന് രേഖകൾ വല്ലതുമുണ്ടോ? ഉണ്ട്. വളരെ രസകരമായ ചില രേഖകളുണ്ട്. സ്യൂഡോ ക്ലെമന്റൈൻ സാഹിത്യം പോലുള്ള ആദിമ ഗ്രന്ഥങ്ങളിൽ ഇതിന്റെ സൂചനകളുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ എന്നാണ് പറയുന്നത്? ഈ ഗ്രന്ഥങ്ങളിൽ യേശുവിനെ ജീവിക്കാനുള്ള വഴി കാണിക്കുന്ന ഒരു സത്യപ്രവാചകനായി മാത്രമാണ് അവതരിപ്പിക്കുന്നത്. അതിൽ ക്രൂശീകരണത്തിലൂടെയുള്ള പാപപരിഹാരമെന്ന പൗലോസിന്റെ ആശയമേയില്ല. അപ്പോ പൗലോസിന് അവരതിൽ എന്തു ചെയ്തു? ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകങ്ങളിൽ പത്രോസിന്റെ പ്രധാന ശത്രുവായി സൈമൺ മാഗസ് എന്നൊരു കഥാപാത്രമുണ്ട്. ഈ സൈമൺ മാഗസ് ദർശനങ്ങളിലൂടെ അറിവ് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യാജനാണ്. ഓ, മനസ്സിലായി. യഥാർത്ഥത്തിൽ ഈ കഥാപാത്രത്തിലൂടെ അവർ പൗലോസിനെയാണ് പരിഹസിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു, അല്ലേ? കൃത്യം. അവർ പൗലോസിനെ അക്ഷരാർത്ഥത്തിൽ ഒരു പാരഡി കഥാപാത്രമാക്കി മാറ്റി. അവർ അദ്ദേഹത്തെ ഒരു കഥാപാത്രമാക്കി പരിഹസിക്കുക വരെ ചെയ്തു. അപ്പോൾ യേശുവിന്റെ യഥാർത്ഥ അനുയായികൾക്ക് പൗലോസിനെ ഒട്ടും താൽപ്പര്യമില്ലായിരുന്നു എന്ന് വ്യക്തം. അതെ, ശത്രുത വളരെ വലുതായിരുന്നു. എന്നിട്ടും ഇന്ന് നമ്മൾ കാണുന്ന ഈ ആധുനിക ലോകത്ത് പൗലോസിന്റെ ചിന്തകൾ
എങ്ങനെയാണ് ഇത്രയധികം ആധിപത്യം സ്ഥാപിച്ചത്? എബിയോണൈറ്റുകൾക്കും യെരുശലേം സഭയ്ക്കും അങ്ങനൊരു പതനം സംഭവിക്കാൻ എന്താണ് കാരണം? അവിടെയാണ് ചരിത്രം എപ്പോഴും വിജയികളാൽ എഴുതപ്പെടുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുന്നത്. പൗലോസിന്റെ വിജയത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ കാരണമുണ്ട്. എന്തായിരുന്നു ആ രാഷ്ട്രീയ സംഭവം? AD 70 നടന്ന ഒരു ചരിത്ര സംഭവം. റോമൻ സൈന്യം യെരുശലേം ആക്രമിക്കുകയും ദേവാലയം പൂർണ്ണമായും തകർത്തെറിയുകയും ചെയ്തു. ഇതോടെ യേശുവിന്റെ യഥാർത്ഥ അനുയായികളുടെ അധികാരകേന്ദ്രം തകരുകയും അവർ പലയിടങ്ങളിലായി ചിതറിക്കപ്പെടുകയും ചെയ്തു. അതായത് യെരുശലേം കേന്ദ്രീകരിച്ചു മാത്രം പ്രവർത്തിച്ചിരുന്ന ഒറിജിനൽ സഭയ്ക്ക് അവരുടെ ആസ്ഥാനം നഷ്ടപ്പെട്ടു. അവിടെ ഒരു വലിയ പവർ വാക്വം അഥവാ ചരിത്രപരമായ ശൂന്യതയുണ്ടായി. അതെ, വലിയൊരു തകർച്ചയായിരുന്നു അത്. എന്നാൽ റോമാ സാമ്രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ചിതറിക്കിടന്നിരുന്ന പൗലോസിന്റെ സഭകൾക്ക് ഈ തകർച്ച ബാധിച്ചില്ല. ആ ശൂന്യത പൗലോസ് മുതലെടുത്തു, അല്ലേ? കൃത്യമായി അതാണ് സംഭവിച്ചത്. യെരുശലേം സഭ ഇല്ലാതായതോടെ പൗലോസിന്റെ വാദങ്ങളെ എതിർക്കാൻ ശക്തരായ ആളില്ലാതായി. പൗലോസിന്റെ വികേന്ദ്രീകൃതമായ സഭകൾ റോമാ സാമ്രാജ്യത്തിൽ അതിജീവിച്ചു. എന്നിട്ട് ചരിത്രം അവർ തിരുത്തിയെഴുതിയോ? അതെ, പിന്നീട് ചരിത്രം പൗലോസിന്റെ അനുയായികൾ തിരുത്തിയെഴുതാൻ തുടങ്ങി. പത്രോസും പൗലോസും തമ്മിലുണ്ടായിരുന്ന ശത്രുത മറച്ചുവെക്കാൻ വലിയ ശ്രമങ്ങൾ നടന്നു. അതിനെന്തെങ്കിലും തെളിവുകളുണ്ടോ? തീർച്ചയായും. ഉദാഹരണത്തിന്, ഇന്നത്തെ ബൈബിളിലുള്ള 2 പത്രോസ് എന്ന ലേഖനം പത്രോസിന്റെ പേരിൽ പിൽക്കാലത്ത് വ്യാജമായി എഴുതി ചേർത്തതാണെന്ന് മിക്ക ചരിത്രപണ്ഡിതന്മാരും സമ്മതിക്കുന്നുണ്ട്. ഓ, വ്യാജമായി എഴുതി ചേർത്തതാണോ? എന്തിനു വേണ്ടി? പത്രോസും പൗലോസും ഒരേ ആശയക്കാരായിരുന്നു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇത്തരം വ്യാജരേഖകളുടെ ലക്ഷ്യം. രാഷ്ട്രീയമായ തകർച്ച എങ്ങനെയാണ് ഒരു വലിയ മതത്തിന്റെ ദൈവശാസ്ത്രത്തെ ലോകമെമ്പാടും മാറ്റിയെഴുതിയത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. അപ്പോൾ AD 70 ആ രാഷ്ട്രീയ സംഭവം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ക്രിസ്തുമതം തികച്ചും വ്യത്യസ്തമായ ഒരു യഹൂദ ഉപവിഭാഗമായി മാത്രം ഒതുങ്ങിപ്പോയെന്ന് നമുക്ക് പറയാം. തീർച്ചയായും ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഇനി ഈ ചർച്ചയിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റിലേക്ക് നമുക്ക് വരാം. ഈ ക്രൂശീകരണത്തെക്കുറിച്ച് യഹൂദർ യേശുവിനെ ശപിക്കപ്പെട്ടവനായി കണ്ട് തള്ളിക്കളഞ്ഞു. എന്നാൽ പൗലോസ് ആ ശാപത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ ലോകരക്ഷയ്ക്കുള്ള മാർഗമായി വളച്ചൊടിച്ചു. അതെ, 2 വ്യത്യസ്ത വീക്ഷണങ്ങൾ. എന്നാൽ ഈ 2 വീക്ഷണങ്ങൾക്കുമൊപ്പുറം നമ്മൾ നേരത്തെ പറഞ്ഞ എബിയോണൈറ്റുകളെ പോലുള്ള യഥാർത്ഥ അനുയായികളുടെ വാദങ്ങൾ എന്നേക്കുമായി ചരിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയോ? 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം രംഗപ്രവേശം ചെയ്തപ്പോൾ ഈ ചരിത്രത്തിൽ അവിശ്വസനീയമായ ചില സാമ്യതകൾ കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഉണ്ട്. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ചരിത്രവസ്തുതയാണത്. പൗലോസിന്റെ ദൈവശാസ്ത്രത്തെ പൂർണ്ണമായും ഖണ്ഡിക്കുന്ന, എന്നാൽ ആദിമ യഹൂദ ക്രിസ്തീയ വിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് ഖുർആൻ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഖുർആനിലെ 4-ാം അധ്യായം 187-ാം വാക്യം പറയുന്നത് ശ്രദ്ധിക്കുക. അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല, മറിച്ച് അവർക്ക് അങ്ങനെ തോന്നിയതാണ് എന്നാണ് അതിൽ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഇതൊരു പുതിയ ഇസ്ലാമിക വാദമാണെന്ന്. അതെ, പക്ഷെ ചരിത്രപരമായി നോക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിലെ നമ്മൾ നേരത്തെ പറഞ്ഞ എബിയോണൈറ്റുകളെ പോലുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികളും ബാസലൈറ്റ്സിനെ പോലുള്ള നോസ്റ്റിക് ചിന്തകരും വിശ്വസിച്ചിരുന്ന അതേ ചരിത്ര സത്യം തന്നെയാണ് ഖുർആൻ ഇവിടെ പുനഃസ്ഥാപിക്കുന്നത്. ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ യേശു ശപിക്കപ്പെട്ടവനാണെന്ന വാദത്തെ ഖുർആൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ക്രൂശീകരണമേ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൗലോസിന്റെ ആശയങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നല്ലേ? തീർച്ചയായും അതെ. തന്നെ വഞ്ചിച്ചവരെയാണ് ദൈവം യഥാർത്ഥത്തിൽ ശപിച്ചതെന്നും തന്റെ പ്രവാചകനായ യേശുവിന് നിന്ദ്യമായ കുരിശുമരണത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ദൈവം അത്ഭുതകരമായി രക്ഷിച്ചുവെന്നും ഖുർആൻ സമർത്ഥിക്കുന്നു. ഓ, അപ്പൊ കുരിശുമരണമേ അവിടെ നടന്നിട്ടില്ല? അതെ. ഇതിലൂടെ യേശുവിന്റെ യഥാർത്ഥ മഹത്വം വീണ്ടെടുക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. സ്രോതസ്സുകൾ പ്രകാരം യേശു ക്രൂശിക്കപ്പെട്ടില്ല എന്ന ഖുറാനിക നിലപാട് വെറുമൊരു വിശ്വാസം മാത്രമല്ല. പിന്നെ എന്താണ് അത്? AD 70 തകർച്ചയിൽ ചരിത്രത്തിൽ നിന്നും മാഞ്ഞുപോയ ആദിമ ക്രിസ്ത്യാനികളുടെ, അതായത് യേശുവിന്റെ യഥാർത്ഥ അനുയായികളുടെ വിശ്വാസത്തെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും ലോകത്തിനു മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പൗലോസിന്റെ കുരിശുമരണ ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനം തന്നെ ഇല്ലാതാക്കുന്ന ഒന്നാണിത്. അർത്ഥത്തിൽ യേശുവല്ല, മറിച്ച് പൗലോസാണെന്ന ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഈ സ്രോതസ്സുകൾ നമുക്ക് മുന്നിൽ വെക്കുന്നത്. അതെ, ചരിത്ര സ്രോതസ്സുകൾ കൃത്യമായി വിരൽ ചൂണ്ടുന്നത് അങ്ങോട്ടാണ്.
ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും വല്ലാത്തൊരു അമ്പരപ്പുണ്ടാക്കുന്ന കാര്യമാണിത്. അതായത് ഇസ്ലാം മതം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് പൗലോസിന്റെ ആശയങ്ങളെയല്ല, മറിച്ച് യേശുവിന്റെ ആദിമ ശിഷ്യന്മാരുടെ ആശയങ്ങളെയാണ് എന്നല്ലേ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്? തികച്ചും. ചരിത്രത്തിൽ ബോധപൂർവം മറയ്ക്കപ്പെട്ടതോ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടതോ ആയ യേശുവിന്റെ യഥാർത്ഥ സന്ദേശത്തെ അന്വേഷിക്കുന്ന ഒരു നിഷ്പക്ഷനായ പഠിതാവിന് ഖുർആനും ഈ ആദിമ സ്രോതസ്സുകളും നൽകുന്ന വിവരങ്ങൾ ഒഴിവാക്കാനാവാത്തതാണ്. ശരിയാണ്. പൗലോസിന്റെ ആശയങ്ങൾ ലോകം കീഴടക്കിയപ്പോൾ യഥാർത്ഥ ശിഷ്യന്മാരുടെ ആശയങ്ങൾ എബിയോണൈറ്റുകളിലൂടെയും പിന്നീട് ഇസ്ലാമിലൂടെയും ചരിത്രത്തിൽ നിലനിന്നു. ഈ വ്യത്യസ്ത വീക്ഷണങ്ങൾ പരസ്പരം കൂട്ടിവായിക്കുമ്പോഴാണ് ചരിത്രത്തിന്റെ യഥാർത്ഥവും വിപുലവുമായ ചിത്രം നമുക്ക് ലഭിക്കുന്നത്. അതെ. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എന്തിനാണ് നമ്മൾ ഇന്ന് ഈ ചരിത്രമൊക്കെ അറിയേണ്ടത് എന്ന്. ഇതിനു വലിയൊരു പ്രസക്തിയുണ്ട്. തീർച്ചയായും ഉണ്ട്. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ യാതൊരു സംശയവുമില്ലാതെ അചഞ്ചലമായി വിശ്വസിക്കുന്ന പല കാര്യങ്ങളും സ്വർഗത്തിൽ നിന്ന് നേരിട്ട് വീണതല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മനുഷ്യർക്കിടയിൽ നടന്ന ചില രാഷ്ട്രീയ യുദ്ധങ്ങളുടെ, പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളുടെ ബാക്കിപത്രമാണ് അവയൊക്കെയും. അതെ, ലഭിക്കുന്ന വിവരങ്ങളെ അതിന്റെ ചരിത്രപരമായ എല്ലാ പശ്ചാത്തലങ്ങളോടും കൂടി പഠിക്കുന്നത് എപ്പോഴും പുതിയ തിരിച്ചറിവുകൾ നൽകും. വിവരങ്ങൾ കിട്ടുമ്പോൾ അവ അന്ധമായി വിശ്വസിക്കുന്നതിന് പകരം വ്യത്യസ്ത വീക്ഷണകോണുകളിലൂടെ അവയെ വിശകലനം ചെയ്യാനും ആഴത്തിൽ ചിന്തിക്കാനും ഈ ചർച്ച നിങ്ങളെ സഹായിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് തന്നെയാണ് അറിവിലേക്കുള്ള ആദ്യത്തെ പടി. അപ്പോ ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളുടെ മനസ്സിലേക്കൊരു ചോദ്യം ഞാൻ ഇട്ടേച്ചു പോവുകയാണ്. AD 70 യെരുശലേം ദേവാലയത്തിന്റെ തകർച്ച പോലെയുള്ള രാഷ്ട്രീയ സംഭവങ്ങൾ, 1-ാം നൂറ്റാണ്ടിലെ അധികാര വടംവലികൾ, ഇവയൊക്കെ ലോകത്തെ ഏറ്റവും വലിയ മതത്തിന്റെ ചരിത്രത്തെ തന്നെ ഇത്രത്തോളം മാറ്റിയെഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നാലോചിച്ചു നോക്കൂ. ഇന്ന് നാം പരമമായ സത്യം എന്ന് വിശ്വസിക്കുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങളാകും കാലത്തിന്റെ ഇരുളിൽ മറഞ്ഞുപോയ ഇത്തരം യുദ്ധങ്ങളുടെയും ശത്രുതകളുടെയും ഫലമായി രൂപപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്ന പലതിന്റെയും യഥാർത്ഥ തുടക്കം എന്തായിരിക്കും? ഒരു നിമിഷം അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു കൗതുകകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഈ അന്വേഷണങ്ങൾ തുടരുക. വിട.